പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, വീണ്ടും നാം ദൈവത്തിൻ്റെ വചനം പരിചിന്തനം ചെയ്യുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും സ്വാഗതം ആശംസിക്കുന്നു. തീർച്ചയായും ദൈവവചനത്തിൻ്റെ പഠനം നമുക്ക് ശരിയായ ഒരു മാർഗദീപമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു നഷ്ടബോധം നിങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാകയില്ല. എപ്പോഴും നിങ്ങൾ ധന്യരായി തീരുന്നു എന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക്, എന്ന ഒരു ആശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, അല്ലെങ്കിൽ 2 ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു വിഷയമാണ്. അതിനു മുമ്പ് പറഞ്ഞു, ദൈവത്തിൻ്റെ ലക്ഷ്യം സകല ജനത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവരിക, ജീവൻ നൽകി, നിത്യജീവൻ നൽകി അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിക്കുവാൻ ദൈവം അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നത്. ആ രാജ്യസ്ഥാപനത്തിൻ്റെ സ്ഥാപനം നടക്കുന്നത് ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോട് കൂടിയാണ്. ആ കാലഘട്ടത്തെ സഹസ്രാബ്ദ യുഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ സഹസ്രാബ്ദ യുഗത്തിൽ സകല മാനവരാശിക്കും, അതായത് ഈ ആയുസ്സിൽ അല്ലെങ്കിൽ ഈ സുവിശേഷ യുഗത്തിൽ ജീവനിലേക്ക് വരുവാൻ സാധിക്കാതിരിക്കുന്ന സകല മാനവരാശിക്കും ആ ജീവനിലേക്ക് വരുവാനുള്ള വഴി തുറന്നു കൊടുക്കും. അതാണ് ആ രക്ഷയുടെ മാർഗം. അതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അതിനായി ഒരു ന്യായവിധി ദിവസം ദൈവം ഒരുക്കിയിരിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുക. അപ്പോൾ ന്യായവിധി ദിവസം എന്ന് പറഞ്ഞാൽ, ന്യായവിധി എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നത് ഇത് വലിയൊരു ശിക്ഷാവിധിയുടെ, ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ഒരു നിത്യദണ്ഡനത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ ന്യായവിധി എന്നാണ്. എന്നാൽ അതിന് നേരെ വിരുദ്ധമായി ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഈ ന്യായവിധി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു, രണ്ട് ഘട്ടങ്ങൾ അല്ലെങ്കിൽ 2 ഭാഗങ്ങൾ ഈ ന്യായവിധിക്കുണ്ട്. ഒന്ന് നീതിമാന്മാരുടെ, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഗണങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ള അബ്രഹാമ്യ സന്തതിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ അപ്രകാരം നിത്യജീവന് യോഗ്യരാണോ എന്നുള്ളത്, ആ അബ്രഹാമ്യ സന്തതി എന്ന പദവിയിലേക്ക് വരുവാൻ തക്കവണ്ണം, തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം അവർ യോഗ്യരാണോ എന്നുള്ളതിന് അവരെ പരിശോധിക്കുന്ന ഈ കാലഘട്ടം. ആ പരിശോധനയിൽ അതൊരു ന്യായവിധിയാണ്. ആ പരിശോധനയിൽ അവർ വിജയിക്കുന്ന പക്ഷം അവർ നിത്യജീവന് യോഗ്യരായിട്ട് പുനരുത്ഥാനം പ്രാപിക്കും. എന്നാൽ അപ്രകാരം ഈ ആയുസ്സിൽ അങ്ങനെ ഒരു പരിശോധനയിൽ കൂടെ കടന്നു പോകാത്തവർ അടുത്ത യുഗത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഇപ്രകാരം ഒരു ന്യായവിധിയിൽ കൂടെ കടന്നു പോകും. അപ്പൊ ഇങ്ങനെയുള്ള 2 ന്യായവിധി, അല്ലെങ്കിൽ ന്യായവിധിയുടെ 2 വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന 2 കാലഘട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ 2 ന്യായവിധികൾ തമ്മിൽ അത് നടക്കുന്ന സാഹചര്യങ്ങൾക്ക് വളരെ വ്യത്യസ്തമാണ്. ആ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ അബ്രഹാമ്യ സന്തതിയെ തിരഞ്ഞെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ അപ്രകാരം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി, ക്രിസ്തുവിൻ്റെ അനുയായികളായി, അവൻ്റെ ശിഷ്യരായി, അവനിൽ കൂടെയുള്ള രക്ഷ അത് കൈവരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ, തീർച്ചയായും അവർ കടന്നു പോകുന്ന ആ പരിശോധനയുടെ ഒരു കാലഘട്ടം. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് അനേകരും ഇതിനെ വളരെ തെറ്റായ രീതിയിലാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഇന്ന് സുവിശേഷ ലോകം ഈ കാര്യം അവതരിപ്പിക്കുന്നത്. നീ ഇപ്പോൾ ഈ ആയുസ്സിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഈ ആയുസ്സിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. എത്രയോ ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്.
നിനക്കിവിടെ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്? നീ സമ്പത്ത് നഷ്ടപ്പെട്ടോ? നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു? നീ രോഗിയായോ? അഥവാ നീ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ കടക്കാരനായോ? നിനക്ക് മക്കളില്ലാത്തവനാണോ? അല്ലെങ്കിൽ നിന്റെ മക്കളാരെങ്കിലും അവിവാഹിതരായി ജീവിക്കുന്നുണ്ടോ? മക്കൾക്ക് തക്കതായ ജോലി കിട്ടിയിട്ടില്ലേ? ഇതിനൊക്കെ പരിഹാരമാണ് നീ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ എന്നാണ് ഇന്ന് നമ്മുടെ സുവിശേഷ ലോകം പറയുന്നത്, പഠിപ്പിക്കുന്നത്. എന്നാൽ ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവര് എങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ കൂടെയാണ് അവർ കടന്നു പോകേണ്ടത് എന്ന് നാം ഏതാനും ചില വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നാം നോക്കുക, ഈ പാപികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ചിന്ത, വിചാരങ്ങൾ, അത് എന്താണ്? പാപികൾ എന്ന് പറയുമ്പോൾ ഈ ആയുസിൽ പാപികളായിരിക്കുകയും അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് നീതിയുടെ മാർഗത്തിൽ നടക്കുകയും ചെയ്യുന്നവർ, ഈ അബ്രഹാമ്യ സന്തതിയുടെ പദവിയിലേക്ക് വിളിക്കപ്പെടുന്നവർ, അവർ കടന്നു പോകേണ്ട ഒരു പാത എന്താണ് എന്നുള്ളത് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അനേകം വാക്യങ്ങളിൽ കൂടെ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നാം നോക്കുക, 1 പത്രോസ് 3:14 വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്: നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. അപ്പൊ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, അപ്പൊ നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക, അത് ഈ ആയുസ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൻ രക്ഷയുടെ അബ്രഹാമ്യ സന്തതിയെ തിരഞ്ഞെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ വരുന്നവരുടെ അവസ്ഥ അനുഭവമാണ്, അവർ നേരിടേണ്ട സാഹചര്യമാണ്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ. വീണ്ടും പറയാം, മത്തായിയുടെ സുവിശേഷം 5:10 വാക്യങ്ങൾ പറയുക: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇന്നത്തെ ഉപദേശങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ക്രിസ്തുവിന്റെ ഈ വാക്കുകൾ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്നാണ് പറയുന്നത്. വീണ്ടും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-12 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്: എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന, അങ്ങനെ ഒരു പരിശോധനയിൽ കൂടെ കടന്നുപോയി നാം തെളിയിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വലിപ്പം എത്രയാണ്, വിശ്വാസത്തിന് വേണ്ടി നാം എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്നുള്ള വലിയ വസ്തുത നാം തെളിയിക്കേണ്ടതാണ്. എന്നിട്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അതാണ് പറയുന്നത്. ഇപ്പൊ പരിശോധനകൾ അവന്റെ ജീവിതത്തിൽ, അവന്റെ വിശ്വാസ ജീവിതത്തിൽ അവനോട് കൂടെയുണ്ട്. വീണ്ടും യാക്കോബ് തന്നെ പറയുക, അതിന്റെ 5:10: സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവങ്ങൾക്കും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. നോക്കുക, ഇനി 1 പത്രോസ് 2:9-19 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം ഒരുവൻ അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നോക്കുക, ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ. സമയ പരിമിതി കൊണ്ട് ഞാൻ അങ്ങനെയുള്ള ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു വാക്യം കൂടെ പറയുക: നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എന്ന് പറഞ്ഞാൽ നാം അബ്രഹാമ്യ സന്തതി, ക്രിസ്തു ആകുന്ന തലയോട് ചേർന്ന് ഒരു അബ്രഹാമ്യ സന്തതിയായി തീരുകയാണ്.
പറഞ്ഞില്ലേ, ആ സന്തതി ആരാണെന്ന് നാം കാണുന്നുണ്ട്, അത് ക്രിസ്തു തന്നെ എന്നാ പറയുന്നത്. അപ്പോൾ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചതിനു മുമ്പ് തന്നെ ഈ രാജ്യം അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ തേജസ്കരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു അധികാരത്തിലേക്ക് അവർ പ്രവേശിക്കുക, അതോടൊപ്പം നിത്യജീവൻ അവകാശികളായി തീരുക എന്നുള്ളതാണ്. ഇങ്ങനെ കഷ്ടതകളിൽ കൂടെ, പ്രതിബന്ധങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ന്യായവിധിയുടെ ദിവസം, അത് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അബ്രഹാമ്യ സന്തതി എന്നുള്ള പദവിയിലേക്ക് വിളിക്കപ്പെടുന്നവർ നേരിടേണ്ട ജീവിത സാഹചര്യമാണ്. അവിടെ നാം എങ്ങനെ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ന്യായവിധി അടുത്ത ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ന്യായവിധി. ആ ന്യായവിധിയുടെ കാലത്തിൽ എങ്ങനെയായിരിക്കും? ഞാൻ ഇന്നലെ ചിന്തിച്ച യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൽ 35-ാം അധ്യായത്തിലും 25-ാം അധ്യായത്തിലും ചിന്തിച്ച കാര്യങ്ങളുണ്ട്. ആ എങ്ങനെയായിരിക്കും ആ കാലഘട്ടത്തിൽ ആ ത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? വീണ്ടും ഒരു വാക്യം പറയുക. യെശയ്യാ പ്രവചനം തന്നെ 40-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. അപ്പൊ ഒരു നല്ല ഇടയൻ എങ്ങനെയാണ് തന്റെ ആടുകളെ സംരക്ഷിക്കുന്നത്, അവയെ പരിപാലിക്കുന്നത്, അതുപോലെ ആയിരിക്കും അടുത്ത യുഗത്തിൽ. എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നത്തെ ലോകത്തിൽ കാണുന്ന തരത്തിലുള്ള യാതൊരു അനീതികളുമില്ലാതെ, നാം ഇന്ന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും നന്മ ചെയ്യാതെ തിന്മയിലേക്ക് ആനയിക്കപ്പെടല്ലേ, അറിയാതെ തിന്മയിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി നന്മയുടെ വിളനിലമായിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അന്ന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രണ്ട് തരത്തിൽ, അല്ലെ ഈ രണ്ട് ന്യായവിധികളും നേരിടുന്നവർ രണ്ട് സാഹചര്യങ്ങളിലാണ് അവർ ഈ ന്യായവിധിയെ നേരിടുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മറ്റൊന്ന്, ഈ ന്യായവിധി ഇത് വിശദമായി തന്നെ നമ്മൾ ചിന്തിക്കണം. ഇതിനകത്ത് ഈ വ്യക്തിപരമായ ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് എന്ന് പറയും. ഇന്ന് നാം എല്ലാവരും നേരിടുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഈ തിരഞ്ഞെടുപ്പിൻ കാലഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പിൻ രക്ഷയുടെ കാലഘട്ടത്തിൽ ആ ന്യായവിധിയെ നേരിടുന്നവർ, അവർ ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റാ. അതുപോലെ തന്നെ അടുത്ത യുഗത്തിലും പൊതുലോകം അവർ ന്യായവിധിയെ നേടുന്നതും ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ വ്യക്തിപരമായാണ് അവരുടെ ന്യായവിധി നടക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് ലോകം മുഴുവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും മരിക്കും. ഈ മരണം പാപത്തിന്റെ ഫലമാണ്. ആ പാപം എന്ന് പറയുന്നത് ആദി പിതാവായിരിക്കുന്ന ആദാം ചെയ്ത തെറ്റിന്റെ പാപത്തിന്റെ ഫലമാണ് ഇന്ന് മരണശിക്ഷ മനുഷ്യവർഗത്തിന്മേൽ വാഴുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇനി നടക്കുന്ന ഈ രണ്ട് ന്യായവിധിയുടെ കാലഘട്ടങ്ങളിലും, ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ആ കാലഘട്ടത്തിലും, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിലും നടക്കുന്ന ന്യായവിധികൾ അത് വ്യക്തിപരമാണ്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അവർക്ക് ലഭിക്കുന്ന ആ വെളിച്ചത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം അതിന്റെ ആദ്യ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ലു പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ല് പറയുന്നതെന്ത്? അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ലു പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ല് പറയുന്നു. അപ്പോൾ അവിടെ മക്കളുടെ പല്ല് പുളിച്ചത് അപ്പന്മാർ തിന്ന പച്ചമുന്തിരിങ്ങയുടെ ഫലമാണ് എന്ന് പറഞ്ഞാൽ, നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പാപത്തിന്റെ ഫലങ്ങൾക്കും കാരണം ആദാം എന്ന ആദി പിതാവിന്റെ പാപമാണ്. എന്നാൽ വീണ്ടും പറയാം,
എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും. നോക്കുക, നീതിയേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും. ഇതാ പറയുന്നത്. അപ്പൊ അത് വ്യക്തിപരമാ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് എന്തുമാത്രം ദൈവ വചനത്തിനനുസരണമായിരിക്കും. വീണ്ടും ഈ 18-ാം അധ്യായത്തിൽ തന്നെ പറയുക, യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ ആരാണ് പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കുന്നത്? അപ്പൊ അത് വ്യക്തിപരമാണ് അന്നത്തെ പരിശോധന എന്നുള്ളതാ. ഇനി വീണ്ടും അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാ, സഹോദരർ ക്രൂര പീഡനം ചെയ്ത് സഹോദരനോട് പിടിച്ചുപറിച്ച് തന്റെ ജനത്തിന്റെ ഇടയിൽ കൊള്ളരുതാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് തന്റെ അകൃത്യത്തിൽ അവൻ മരിക്കും. എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. നോക്കുക, അപ്പൊ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. അപ്പൊ എങ്ങനെ വ്യക്തിപരമായി ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരാണോ എന്നുള്ള വസ്തുതയെ അവിടെ പരിശോധിക്കുന്നത്. ഇത് നാം വീണ്ടും യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ലു പുളിച്ചു എന്ന് അവർ അന്നാളിനി പറകയില്ല. യെഹെസ്കേൽ പ്രവാചകന് കിട്ടിയ അതേ ദൈവാത്മാവിന്റെ നിർദ്ദേശം അവിടെ യിരെമ്യാവിനും കിട്ടിയിരിക്കുന്നത്. ഓരോരുത്തൻ താന്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പുളിക്കയുള്ളൂ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ എന്താ നാം ആദ്യത്തെ കൽപ്പനയിൽ എന്താ? ആദാമിന്റെ പാപം, ആ പാപത്തിന്റെ ഫലമായി മനുഷ്യവർഗം മുഴുവൻ ശിക്ഷാവിധിക്ക് യോഗ്യരായി. എന്നാൽ ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ്സ് അത് നടക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് രക്ഷയുടെ കാലഘട്ടത്തിലും സൗജന്യ രക്ഷ അഥവാ യഥാസ്ഥാപന രക്ഷ അല്ലെങ്കിൽ ലോകത്തിന്റെ ന്യായവിധി നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ജഡ്ജ്മെന്റ് വ്യക്തിപരമായിരിക്കും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്, ന്യായവിധിയാണ് വരുന്നത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ന്യായവിധി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ശിക്ഷ വിധിച്ച് അവരെ ഒരു നിത്യദണ്ഡനത്തിലേക്ക് പറഞ്ഞു വിടുന്ന, നീതിമാനാണെങ്കിൽ അവനെ എങ്ങോട്ട് വിടുന്നു? സ്വർഗത്തിലേക്ക് വിടുന്നു. പാപിയാണെങ്കിൽ നിത്യദണ്ഡനത്തിലേക്ക് വിടുന്നു. ഇതല്ല ന്യായവിധി. അവൻ ജീവന് യോഗ്യനാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ അവൻ പരാജയപ്പെടുന്ന പക്ഷം അവിടെയാണ് അവന് ശിക്ഷാവിധി വരുന്നത്. ആ ശിക്ഷാവിധി എന്താ? അത് നിത്യനാശം എന്ന ശിക്ഷാവിധി അവന് വരുന്നത്. നിത്യനാശം. അപ്പൊ നിത്യനാശം എന്ന് പറയുന്നത് എന്താണ്? നിത്യനാശം. ആ ശിക്ഷാവിധി, ഈ നാശം ജീവനാണ്. നമ്മുടെ ജീവൻ അത് നിത്യമായി ജീവനിൽ നിന്നും നാം മാറ്റപ്പെടും. അതിനെയാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. അപ്പൊ നിത്യനാശമാണ് ഇങ്ങനെയുള്ളവർക്കുള്ള ശിക്ഷാവിധി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നിത്യമായി അവനെ ഒരു ദണ്ഡന സ്ഥലത്ത് സൂക്ഷിക്കുന്നതല്ല, നിത്യമായി ഛേദിക്കപ്പെടും എന്നുള്ളതാ പറയുന്നത്. ഇതെവിടെയാ പറയുന്നത്? എത്രയോ വേദഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നു.
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം അങ്ങനെയാ പറയുന്നത്. എൻ്റെ ഇടത്തുള്ളവരോട് അവരോട് പറയും, നിങ്ങൾ നിത്യദണ്ഡനത്തിലേക്ക് പോകുവിൻ. നിത്യദണ്ഡനം എന്നുള്ള പരിഭാഷ ശരിയല്ല. ആ പരിഭാഷയ്ക്ക് സ്ഥാനത്ത് വരേണ്ടത് നിത്യഛേദനമെന്ന എന്ന് പറഞ്ഞാൽ നിത്യദണ്ഡനമല്ല, നിത്യഛേദനമാണ്. ആ ഛേദനം ജീവനിൽ നിന്നാണ് അവരെ ഛേദിച്ചു കളയുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇങ്ങനെയുള്ളവർ, ദുഷ്പ്രവർത്തിക്കാർ, അനീതി ചെയ്യുന്നവർ, അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് സങ്കീർത്തനത്തിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അനേക ഭാഗങ്ങളിലുണ്ട്. അതിൽ 37-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. നോക്കുക, ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. അതിന്റെ 20-ാം വാക്യം, ഇതാ 37-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യം: എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തെ ഭംഗി പോലെയുള്ളൂ, അവർ ക്ഷയിച്ചു പോകും. ദുഷ്ടന്മാർ നശിച്ചു പോകും. വീണ്ടും പറയാ 22-ാം വാക്യത്തിൽ: അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. വീണ്ടും 34-ാം വാക്യത്തിൽ പറയാ: യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്കാം, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. അപ്പൊ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ ഈ ജനത്തെ ഉയർത്തുന്നത് യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്കുന്നവരെയാണ്. അപ്പൊ അവന്റെ വഴി എന്താണെന്ന് ഇവരെ അറിയിക്കണം. അവർക്ക് ലഭിച്ചു കിട്ടുന്ന ആ അറിവ് അതനുസരിച്ച്, ആ പ്രമാണങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നവൻ, അവൻ നിത്യകാലം ഈ ഭൂമിയെ അവകാശമാക്കി ജീവിക്കും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. എന്താ പറയുന്നത്? ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. നോക്കുക, അപ്പൊ ദുഷ്ടന്മാരുടെ അവസ്ഥ എന്താ, അനുഭവം എന്താ? അതിന്റെ 36-ാം സങ്കീർത്തനത്തിൽ പറയുക: ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറയിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്ന്. അപ്പൊ ദൈവത്തിന്റെ ദയ മനുഷ്യപുത്രന്മാരെ അവന്റെ ചിറയിൻ കീഴിൽ ശരണം പ്രാപിപ്പാൻ തക്കവണ്ണം അവന്റെ ദയ, അങ്ങനെയുള്ള ദയയുടെ ഉടമസ്ഥനാ ദൈവം. അപ്പൊ സ്നേഹവാനായിരിക്കുന്ന ദൈവം, കൃപാലുവായിരിക്കുന്ന ദൈവം, ദയാലുവായിരിക്കുന്ന ദൈവം ഇപ്രകാരം താൻ സൃഷ്ടിച്ച തന്റെ മക്കളെ ഒരു നിത്യദണ്ഡനത്തിന് അയക്കുമെന്ന് നമുക്ക് സാമാന്യ ബോധം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അവന്റെ സ്വഭാവം പറയുക. എന്താ പറയുന്നത്? ദൈവത്തിന്റെ സ്വഭാവം യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൽ പറയുന്നത്: അവൻ പുകയുന്ന തിരി കെടുക്കയില്ല, ചതഞ്ഞ ഓടെ അവൻ ഒടിക്കയില്ല എന്നാ പറയുന്നത്. പുകയുന്ന തിരി കെടുക്കയില്ല, ചതഞ്ഞ ഓടെ അവൻ ഒടിക്കയില്ല. വീണ്ടും പറയാ: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. പത്രോസിന്റെ ലേഖനം 2 പത്രോസിൽ പറയാ: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് വെച്ച് എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പാപിയുടെ മരണത്തിൽ എനിക്ക് സന്തോഷമില്ല, അവൻ മരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. എങ്കിൽ മരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ദൈവം അവനെ നിത്യകാലം ഒരു നിത്യദണ്ഡനത്തിൽ, ഒരു നിത്യ നരകത്തിലിട്ട് ദണ്ഡിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നത് എത്രയോ വേദവിരുദ്ധമാണ്. അങ്ങനെ ഒരു ചിന്ത ദൈവത്തിന്റെ മനസ്സിലില്ല, നാം മനസ്സിലാക്കുക. 2 പത്രോസ് 3:9 ഇങ്ങനെയാ പറയുന്നത്: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് വെച്ച് എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞത്, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് അതിനുള്ള അവസരം അവർക്ക് നൽകിക്കൊണ്ട് എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നവനാണ് ദൈവം. 1 യോഹന്നാൻ 2:1 ഇങ്ങനെയാ പറയുന്നത്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു.
പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. നമ്മുടേതിനു മാത്രമല്ല, സകല ലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമാണ്. ഇവിടെ നോക്കുക, നമുക്കിവിടെ ജനങ്ങളെ രണ്ട് വിഭാഗമായി കാണാൻ സാധിക്കും. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. ഇനി അവിടെ നാം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന അബ്രഹാമ്യ സന്തതിയുടെ ആ ഗണത്തെയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാതിന് പരിഹാരമായി. എന്നാൽ നമ്മുടേതിന് മാത്രമല്ല, സകല ലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമാണ്. ഇന്നെന്നാ നമ്മുടെ മതങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? ഈ ആയുസ്സിൽ ഇപ്പോൾ നീ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ നീ നിത്യകാലം എവിടെയായിരിക്കും? ദണ്ഡനം അനുഭവിക്കും. നിനക്ക് ജീവനിലെത്താനുള്ള അവസരം അവകാശമില്ല. വീണ്ടും 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുക, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ പാപിയെ നീതീകരിക്കുന്നവനായ ദൈവം അപ്പൊ ആ പാവിക്ക് നീതീകരണത്തിന് ഒരവസരം സൃഷ്ടിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ന്യായവിധി എന്ന് പറയുന്നത് ലോകത്തെ അനുഗ്രഹിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണത്. അല്ലാതെ ലോകത്തെ ഒന്നടങ്കം ശിക്ഷിച്ച് തള്ളാനുള്ള ഒരു പദ്ധതിയല്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുകയാണ്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. അപ്പൊ മനുഷ്യരോടുള്ള സകല പാപവും ക്ഷമിക്കും. പക്ഷേ നാം നമ്മുടെ അയൽക്കാരനോട്, നമ്മുടെ സഹപാഠിയോട് ഒക്കെ നാം ഒരു പാപം ചെയ്താൽ അത് ദൈവത്തിന് ക്ഷമിക്കാൻ സാധിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെ നാം പാപം ചെയ്താൽ അത് ക്ഷമിക്കയില്ല. എന്താണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള ആ പാപം? അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആ ആത്മാവ് നമുക്ക് തരുന്ന ജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ വചനമാണ്, ആ വെളിച്ചമാണ്. നമുക്ക് ആ ജീവൻ പ്രാപിക്കാൻ എന്താണ് വഴിയെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരും. ആ ദൈവത്തിന്റെ ആത്മാവ് നാം തള്ളിക്കളഞ്ഞാൽ, അതായത് ക്രിസ്തുയേശുവിന്റെ ആ പാപ പരിഹാര ബലിയെ നാം തള്ളിക്കളഞ്ഞാൽ തീർച്ചയായും അത് പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്ന പാപമാണ്. അത് ചെയ്താൽ ഒരു നാളും അവൻ നമ്മോട് ക്ഷമിക്കയില്ല. ഇത് എബ്രായ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഒക്കെ വളരെ വ്യക്തമായി ഞാൻ കഴിഞ്ഞ ദിവസം ആ ഭാഗങ്ങൾ ഉദ്ധരിച്ചതാ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇപ്രകാരം പാപികളോടുള്ള ദൈവത്തിന്റെ കൃപ വളരെ വളരെ വലുതാ. ആ കൃപ അത് ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ സ്നേഹം, നീതി, ന്യായം, ഇങ്ങനെയുള്ള ദൈവ സ്വഭാവത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്, മകുടോദാഹരണമാണ് പാപികളോടുള്ള അവന്റെ സമീപനം. അപ്പൊ ഇതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തെ ശരിയായി ധരിക്കാത്തത് കൊണ്ട്, അല്ലാതെ ഇപ്രകാരം പാപികൾ എന്നേക്കുമായി നിത്യ നരകത്തിൽ വേദന അനുഭവിക്കുന്നു, യാതന അനുഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നത് അത് ദൈവത്തോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്, ഏറ്റവും വലിയ അപമാനമാണ്, സ്നേഹവാനായ ദൈവത്തിന് ഉള്ള അപമാനമാണ്. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. മാനസാന്തരം പെടുന്ന പാപിയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നുവെന്നാണ് പല ഉപമകൾ കൂടെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വിസ്താര ഭയത്താൽ ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ പറയുന്നുണ്ട്. കാണാതെ പോയ ആടിന്റെ ഉപമ, ബ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ഉപമ, മുടിയനായ പുത്രന്റെ ഉപമ. ഈ 3 ഉപമകളിലും ക്രിസ്തു പറയുന്നത് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുമെന്നാണ്. അപ്പൊ പാപികൾ നശിച്ചു കാണണമെന്നല്ല എന്നുള്ള വലിയ വസ്തുത നാം മനസ്സിലാക്കുക. അതുകൊണ്ട് അടുത്ത ദിവസം നമുക്കിതിന്റെ ബാക്കി ഭാഗം, ക്രിസ്തുയേശു മടങ്ങി വരുന്നത് ലോകത്തെ ദണ്ഡിപ്പിക്കാനാണോ അതോ ലോകത്തെ നീതിയിൽ ഭരിക്കുവാനാണോ എന്നുള്ള ആ ഒരു വിഷയം ഇതിന്റെ ബാക്കിയായി നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ സാന്നിധ്യം ക്ഷണിച്ചുകൊണ്ട് ദൈവനാമത്തിൽ പ്രാർത്ഥനാപൂർവ്വം എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.